ഹായ് ഓൾ, ഞാൻ ഡോക്ടർ സുഹൈല. ഇപ്പോൾ മഴക്കാലമൊക്കെ തുടങ്ങുകയല്ലേ. അപ്പം അസുഖങ്ങളൊക്കെ ഇങ്ങനെ എല്ലായിടത്തും പനിയും പകർച്ചപ്പനിയായിട്ടും അല്ലാത്ത അസുഖങ്ങളായിട്ടും ഈ ഛർദി, വയറിളക്കം ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കും. ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ അടുത്ത ആൾക്ക്, ഇപ്പോൾ അടുത്ത വീട്ടിലൊരാൾക്കുണ്ടെങ്കിൽ അടുത്ത വീട്ടിലൊരാൾക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. അപ്പോൾ ഈ തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുമ്പോൾ നമുക്കറിയില്ല നമ്മൾ എത്ര നേരം വെള്ളം തിളപ്പിക്കണം, അതേപോലെ എങ്ങനെയാണ് നമ്മൾ ഈ വെള്ളം കുടിക്കേണ്ടത്. നമ്മൾ സാധാരണ ചില ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും, ചില ആൾക്കാരെങ്കിലും നമ്മൾ ഈ വെള്ളം തിളപ്പിച്ചിട്ട് അതിലോട്ട് പച്ചവെള്ളം മിക്സ് ആക്കിയിട്ട് പെട്ടെന്ന് തണുക്കാൻ വേണ്ടിയിട്ട് പച്ചവെള്ളം മിക്സ് ആക്കിയിട്ടൊക്കെ കുടിക്കും. അപ്പം ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ? ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വെള്ളം തിളപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ സാധാരണ ചെയ്യുന്നത് വെള്ളം തിളച്ച് വരുന്നത് കാണുമ്പോൾ തന്നെ നമ്മൾ പോയിട്ട് തീ ഓഫ് ചെയ്യും. പക്ഷേ അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ വെള്ളം തിളപ്പിക്കുമ്പോൾ അതൊരു മിനിമം ഒരു 3 മിനിറ്റെങ്കിലും നമ്മൾ വെള്ളം തിളപ്പിക്കണം. അങ്ങനെ 3 മിനിറ്റ് തിളപ്പിച്ച വെള്ളം നമ്മൾ അടച്ച് വെച്ചിട്ട് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് അടച്ച് വെച്ച് സൂക്ഷിക്കണം. ഇനി ഈ വെള്ളം തിളപ്പിച്ച വെള്ളത്തിലോട്ട് നമ്മൾ പച്ചവെള്ളം മിക്സ് ചെയ്തിട്ട് കുടിക്കാൻ പറ്റുമോ? പച്ചവെള്ളം മിക്സ് ചെയ്തിട്ട് കുടിക്കാൻ പറ്റില്ല. കാരണം ഒരു പക്ഷേ ഇത് തിളപ്പിച്ച വെള്ളത്തിലോട്ട് നമ്മൾ പച്ചവെള്ളം മിക്സ് ചെയ്യുമ്പം അത് പച്ചവെള്ളത്തിന് സമം തന്നെ ആകും. പക്ഷേ ചിലപ്പോൾ അതിൽ പച്ചവെള്ളത്തിനേക്കാളും ആക്റ്റീവായിട്ടുള്ള രോഗാണുക്കൾ വളരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ തിളപ്പിച്ച വെള്ളത്തിലോട്ട് പച്ചവെള്ളം മിക്സ് ചെയ്ത് ഒരിക്കലും കുടിക്കരുത്. നമ്മൾ തിളപ്പിച്ച് ആറിയിട്ട് അത് അടച്ച് വെച്ച് സൂക്ഷിച്ച് വേണം നമ്മൾ കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. ഇതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. താങ്ക് യു.